വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനെന്തെല്ലാം രാവിലെ തന്നെ എണീറ്റ്, രാവിലെ ഇപ്പോൾ ഒരു 8:30 ഞാനപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ കുക്കിങ്ങിലാണ്. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ക്ലാസ് ഓൾമോസ്റ്റ് ഫിനിഷായി. സോ അപ്പോൾ കുറേ നാളെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു പിക്നിക്കിന് പോകാമെന്ന് വിചാരിച്ചു. ഒരു ഗാർഡനിൽ പോയിട്ട് എല്ലാവരും ഒരു പോട്ട് പാർട്ടി പോലെ, അതായത് എല്ലാവരും ഓരോ ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് ചില്ല് ചെയ്ത് ചാറ്റ് ചെയ്ത് ഗെയിംസ് കളിച്ച് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം. അപ്പം ഞാൻ പറഞ്ഞു ഞാനും എന്തുണ്ടാക്കി കൊണ്ടുപോകുന്ന ഇങ്ങനെ ചിന്തിച്ചപ്പം ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ എനിക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സക്സസ് ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗോബി മഞ്ചൂരിയും പിന്നെ സാലഡ് ഉണ്ടാക്കി ചെല്ലാമെന്ന് പറഞ്ഞു. അത് വളരെ എളുപ്പമാണല്ലോ. ഞാൻ പണ്ട് തൊട്ടേ സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സാലഡ് ഉണ്ടാക്കണമെന്ന് അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗോബി മഞ്ചൂരിക്കുള്ള ബാറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ബാറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലറി ബാറ്റർ എന്നല്ല, ഈ കോൺഫ്ലോറും പിന്നെ ഓൾറൈസിൻ ഫ്ലോറും കൂടെ മിക്സ് ചെയ്തു 1/2 കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇല്ല, മുളക് പൊടി, കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മറ്റേ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് വേവിക്കാൻ വെച്ചേക്കാണ്. ഇത് കുക്കായിന്ന് തോന്നുന്നു ഇപ്പോൾ. സോ ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല, കുറച്ച് കുക്കായാൽ മതി. സോ ഞാനതിന് മാറ്റാൻ പോവാണ്. ഇതാണ് എൻ്റെ കിച്ചൺ ഏരിയ. സോ ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. രണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുള്ളൂ, തികയുന്നു. പിന്നെ സാലഡ് ഉണ്ടല്ലോ, പിന്നെ അവരെന്തായാലും കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഫുഡ് വേസ്റ്റ് കൊണ്ടിരുന്നാൽ മതി ലാസ്റ്റ്. ഭയങ്കര ചൂട്. കൈയോടെ തന്നെ കഴിയിരിക്കും, കാരണം ഇവിടെ എൻ്റെ സാധനങ്ങൾ കഴിപ്പിക്കാനായിട്ട് അമ്മയില്ല. കൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തന്നെ കഴിക്കണം. ഞാൻ സോപ്പൊന്നും ഇടാൻ പോയില്ല, അടുത്തൊന്നും കൈ വെച്ചിട്ടുള്ളൂ. കാരണം we might need that later. ഞാൻ ഇത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സിലോട്ട് ഇട്ട് കൊടുക്കാണ്. ചുട്ടുണ്ട്. കൈ കൊണ്ടാക്കുന്ന ഒന്നല്ല, അതെല്ലാവർക്കും ഇത് പിടിക്കാനായിട്ട്. 9:15 കഴിഞ്ഞു. 11 മണിക്കാണ് നമുക്ക് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് വാട്ടർ പോലെ ഉണ്ട്. സോ ഞാൻ എനിക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ അങ്ങനെ ആഡ് ചെയ്യാൻ പോകാം, കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇടുമ്പോൾ ഒന്നും പിടിക്കത്തില്ല ഇതിൽ. ആയിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ അതവിടെ വയ്ക്കുക. എനിക്കൊരു കോഫി ഒട്ടേനെ പോയി കുടിക്കണം. ഓൾറെഡി കോഫി ഒട്ടേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. സോ
കോഫി കുടിക്കാൻ പോവാണ്. ഇതൊക്കെ ഇന്നലത്തേക്കാണ്. ഇഗ്നോർ ഇറ്റ്. ഹാബിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തിലും ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പം ഞാൻ എൻ്റെ ബിസ്ക്കറ്റ് മൊത്തത്തിലോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി ഈ കോഫിയും ബിസ്ക്കറ്റും കൂടെ ഞാൻ കോരി കഴിക്കുക ടീസ്പൂൺ യൂസ് ചെയ്തിട്ട്. ഞാനിത് ഫ്രൈ ചെയ്തെടുത്തു. ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല, ടൈമിൻ്റെ ഒട്ടും. അപ്പോൾ ഞാനിത് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിനുള്ള ഇതുണ്ടാക്കാണ്. ഗ്രേവി ആക്കാം. ഗ്രേവി ഇല്ല, എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാണ്. ഇപ്പോൾ പറഞ്ഞിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്കുകയാണ് നമ്മൾ. ഇതിലിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ജിഞ്ചർ, ഗാർലിക്ക്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ഇത് ക്യാപ്സിക്കം പകുതി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാക്കി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം ചെറുതായിട്ട്. എൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതാവാനും ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവാം ചെറുതായിട്ട്. ഇത് നമ്മുടെ ഇത് ലാസ്റ്റ് റൗണ്ടിൽ ഇട്ടിട്ടാണ്. നമുക്കിത് ജസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്യാണ്. ആക്ച്വലി ഇതിൽ ഞാനും കുറച്ച് സാധനങ്ങൾ ഇട്ട് ഞാൻ ഒനിയൻ ഇട്ടുണ്ടായിരുന്നു, ഇവിടെ അരിഞ്ഞുണ്ടായിരുന്നില്ല. അത് ഓടിപ്പോയി ഒനിയനായിട്ട് അരിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സോയ സോസ് ഇട്ടു. ഞാൻ ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് പെപ്പർ ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായി. അത്രയല്ല. പിന്നെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാവരുടെ അഭിപ്രായം എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കാസറോളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യണം. അതിന് ശേഷം എനിക്ക് സാലഡ് ഉണ്ടാക്കണം വേഗം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒട്ടും സമയം ഉണ്ടായില്ല വീഡിയോ എടുക്കാനായിട്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഓടി പടഞ്ഞ് ഡ്രസ്സ് മാറി ക്യാപ്പൊക്കെ എടുത്ത് വെച്ച് തിറമലിട്ടിട്ടുണ്ട് ഉള്ളിൽ. പക്ഷേ ഇന്നിവിടെ 10 ഡിഗ്രി ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്നാൽ കാണാമല്ലോ വെതർ ഭയങ്കര മോശമാണ്. അപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ ഔട്ട്ഡോറാണ് പോകുന്നത്, ഒരു ഗാർഡനിലോട്ടാണ്. സോ എന്തായാലും നല്ല കാറ്റും നോക്കിയോ. സോ അത്യാവശ്യം തിറമൽ ഇട്ടിട്ടുണ്ട്. പിന്നെ തൊപ്പി വെച്ചിട്ടുണ്ട്, കാരണം തല ഭയങ്കര സീനാണ് അല്ലെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തുണ്ടായേ, ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് കാണിക്കാനായിട്ട് ഒട്ടും സമയം ഉണ്ടായില്ല. ഞാൻ വേഗം കയ്യിൽ വെച്ചിട്ട് അരിഞ്ഞു കൂട്ടി എല്ലാം വേഗമാക്കി ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നീട് കേട്ട സാലഡ് ഞാൻ കുഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചാലോ. ഒരു മണിക്കൂർ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടുള്ളതാണ്. ഇവിടെ ഞാൻ ടെസ്കോയിൽ മേടിച്ചു. അവളാണ് ഇവിടുന്ന് ഞങ്ങൾ പിക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. വേറെ ഫ്രണ്ട്സ് വേറെ സ്പോട്ടിൽ വെയിറ്റ് ചെയ്യുന്നു അവളെ കാണാൻ. അവളിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ നേരം ഇവിടെ എത്തിയിട്ടില്ല. ഭയങ്കര കാറ്റും മുടിയൊക്കെ ആകാലമായി. 1 മണിക്കൂറായി ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ കുപ്പി പിടിച്ച് എനിക്ക് കൈ വേനെടുത്ത് തുടങ്ങി. കാറ്റടിച്ചതിൻ്റെ പൊടി മുത്തലമ്പായി. ഭയങ്കര തണുപ്പ്. അപ്പോൾ അവൾ വന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തു കേട്ടോ. എന്നെയും നിക്കിത്തേനും പിക്ക് ചെയ്ത് ഞങ്ങൾ പൂൾ ഗാർഡനിലെത്തി. അപ്പോൾ അവൾ ബേബീനെയും കൊണ്ട് വന്ന കാരണമാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ ഞങ്ങളത് ഇവിടെ അടിച്ചു പൊളിച്ച് എല്ലാവരും ഓരോന്ന് മേടിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. ഞങ്ങൾ MSc മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഡിജിറ്റലാണ് പൊന്മറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അവർ പറഞ്ഞു ഔട്ട്ഡോർ ഫുഡ് പറ്റത്തില്ല അവിടെ നിന്ന്. സോ ഞങ്ങളവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളിതിപ്പോൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഷെനാസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അതായത് നമ്മുടെ ഐസുൻ്റെ അമ്മയാണ് ഷെനാസ്. ഐസുനെയാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഷെനാസിൻ്റെ വീട്ടിലോട്ട് ഞങ്ങളെല്ലാം കൊണ്ട് പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ്. എല്ലാവരും വളരെ വെറൈറ്റി ഫുഡുകളായിരുന്നു. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. സോ അവരുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. പിന്നെ ഷെനാസ് ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊരു സ്പെഷ്യലായിരുന്നു. പിന്നെ പറാത്ത, ബ്രെഡ്, എനിക്ക് നെയിംസ് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദീക്ഷയും ജസ്കറിനാണ്. പിന്നെ
ഇതാണ് നിക്കിത്ത. നമ്മുടെ തൊപ്പി വെച്ചിരിക്കുന്ന ആളാണ് ഷഹനാസ്. എസ് ഫോർ ഷഹനാസ്. ഉണ്ടല്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാതും. അതെല്ലാവരും ആസ്വദിച്ചിരുന്ന് കഴിച്ചു. വീട്ടിൽ വന്നാലും തണുപ്പൊന്നും ഇല്ലാണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ ഷഹനാസാണ് കുറേ ഗെയിംസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഓരോ ഗെയിംസായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇപ്പോൾ ഓർഡറിലാക്കാൻ വേണ്ടി ഓരോരുത്തരുടെ പേര് പറയുന്നൊരു ഇതാണ് കേട്ടോ. അതെന്തോ ഒരു ഇങ്ങനെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹരീഷ് അങ്ങനെ ഒരു എന്തോ സംഭവം. അപ്പോൾ അവളുടെ നമ്പർ ഗസ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ ഓടി മറ്റേ നമ്മൾ ചെയർ കളിക്കില്ലേ അതുപോലെ ഒരു കളി പെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു കളി കളിച്ചു. അപ്പം എനിക്ക് തന്നെ ലാസ്റ്റാണ്. അപ്പോൾ അവൾക്കത് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓടി പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അടിച്ചു കളിച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവർക്കും. ജസ്കരം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾ പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ വളരെ ഹാപ്പിയായി ഞങ്ങളെല്ലാവരും. ഐസ് അവിടെ ഉണ്ട്. ഐസ് അവിടെ ഒരു കോണലിരുന്ന ആളുടെ ഒരു വേൾഡിൽ ആളൊറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആൾക്ക് ഒന്ന് കൂടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. മുമ്പൊക്കെ കണ്ടപ്പോൾ എല്ലാവരും സെറ്റായതായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്ന് കണ്ടപ്പോൾ പിന്നെ മറന്നു ഫേസസൊക്കെ. അപ്പോൾ ഇവർ 3 പേരാണ് നമ്മുടെ ഫൈനലിസ്റ്റുകൾ. അപ്പോൾ ഇതിലാരാണ് വിൻ ചെയ്തിട്ടുണ്ടാവുന്നത് നിങ്ങളൊന്ന് ഗസ് അടിക്കാം. ഒരു കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളംകര കളിക്കാണ്. ഭയങ്കര ഫണ്ണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പുതിയൊരു ഗെയിം വന്നേക്കാണ്. ബിസ്ക്കറ്റ് ഇങ്ങനെ നെറ്റിമ വെച്ചിട്ട് നമ്മളത് വായിലെത്തിക്കണമെന്ന്. എൻ്റെ ഈശ്വരം ഇത് ഭയങ്കര ഫണ്ണിയായിരുന്നു. ഞങ്ങൾ ചിരിച്ച് മരിച്ചു അതുപോലെ ആയിരുന്നത്. ഞാനൊക്കെ ചെയ്തിട്ട് ഇത് അനങ്ങണം കൂടി ഉണ്ടായിരുന്നില്ല ഈ ബിസ്ക്കറ്റ് അവിടെ വെച്ചിട്ട്. അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, ഭയങ്കര പണിയില്ല. ഷഹനാസ് ആ ബിസ്ക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് അവൾ കറക്റ്റ് പിടിച്ചിട്ട് അത് ക്യാച്ച് ചെയ്തു. അവൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവൾ തന്നെ അത് വിജയിച്ചു. അവൾ മാത്രമേ ചെയ്തുള്ളൂ. കണ്ടില്ല പാവം ഞങ്ങളുടെ ഐസോടെ കോണൽ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ് ആളുടെ വേൾഡിൽ. ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് അവളോട് ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോളും. അതെ, അടുത്ത ദീക്ഷയാണ് ട്രൈ ചെയ്യണേ. പക്ഷെ കണ്ടില്ല പോവാണ്. ഒരു സോഫാനെ
അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജസ്കരൻ ഡ്രോ ചെയ്യാൻ കേട്ടോ. ഭയങ്കര ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഭയങ്കര എനിക്ക് തോന്നുന്നത് ഭയങ്കര എക്സസൈസാന്ന് തോന്നുന്നു. നമ്മുടെ ഫേഷ്യൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഫേഷ്യൽ എക്സസൈസാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്ന് നോക്കിട്ടോ. നെറ്റിമ വെച്ചിട്ട് അത് മൂവ് ചെയ്തിട്ടാണ് വായിക്കൊണ്ടേണ്ടത്. What's that? They'll blow. Okay, like that. So ऐसे ऐसे आएगा. तो last person to put this down like this will be out. तो फिर तो जिसकी टर्न है Closer. Yes. You can do from that side also. अम्ब्रेला उड़ जाएगी. थोड़ी मिनट तेज करो. Yes. Come on, you can do it. Chancy, okay, come on. Okay, start. ഒരു ഫൺ പാക്ഡ് ഡേ ആയിരുന്നു, ഓൾ ബിക്കോസ് ഓഫ് ഷഹനാസ്. താങ്ക് യു സോ മച്ച് ഷഹനാസ് ഫോർ മേക്കിംഗ് എ വണ്ടർഫുൾ ഡേ ഇൻ അവർ ലൈഫ്. സോ താങ്ക് യു.